ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കഴിഞ്ഞ വീഡിയോന്റെ തുടർഭാഗമാണ് കേട്ടോ. അപ്പോൾ കിച്ചു വന്ന ദിവസത്തെ ബാക്കി വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. അങ്ങനെ രാവിലത്തെ പടണ്ട് കഴിഞ്ഞ് അങ്ങനെ മക്കളെ ബസ് കയറ്റി നിന്നപ്പോഴാണ് അമ്മ വിളിക്കണത്. സുഹേലിന് പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ടാ. അപ്പൊ ഇനി ഇമ്മാടത്ത് ചെന്നിട്ട് അമ്മായിമ്മ മരുവനക്ക് ഉണ്ടാക്കി വെച്ച പത്തിരി വാങ്ങി കൊണ്ടണം. അപ്പൊ എന്തായാലും ഇന്ന് രാവിലെ കിച്ചന് വന്ന പടനെ പത്തിരിയും ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇനി പോണ വഴിക്ക് ബീഫും വാങ്ങിക്കണം. അപ്പൊ അങ്ങനെ പത്തിരിയും ബീഫും കൊടുക്കാം. അപ്പം ഞാൻ ഇന്ന് കടി എന്തുണ്ടാക്കി കൊടുക്കും എന്നൊരു ആലോചനയിലായിരുന്നു. അപ്പൊ എന്തായാലും ഇന്ന് ബീഫും പത്തിരിയാക്കാം. ഇനിയിപ്പോൾ കല്യാണത്തിന്റെ തിരക്കിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി പത്തിരി ഉണ്ടാക്കി കൊടുക്കാനൊന്നും നേരം കിട്ടൂല. അല്ലെങ്കിൽ താത്ത വിരുന്ന് വരുമ്പോഴാണ് പത്തിരിയൊക്കെ കൂടുതലും ഉണ്ടാക്കി കൊടുക്കല്. രാവിലെ മക്കളെ പറഞ്ഞേക്കണൊക്കെ പണിയും തിരക്കില് പത്തിരി ഉണ്ടാക്കി കൊടുക്കാനൊന്നും നേരം ഉണ്ടാവൂല. ഇനിയിപ്പോൾ ആകെ 15 ദിവസമല്ലേ ഉണ്ടാവുക. അപ്പം ഇനിയിപ്പോൾ കല്യാണത്തിന്റെ തിരക്കും കാലടിക്കുള്ള പോക്കും ഒക്കെ പാടിയാകുമ്പോൾ ആകെ ബിസി ആവൂലേ. അതുകൊണ്ടായിരിക്കും അമ്മയിമ്മ നേരം വെളുത്ത പാടെ പത്തിരി ഉണ്ടാക്കിയിട്ട് വിളിച്ചത്. അപ്പം എന്തായാലും കിച്ചു നല്ല ഉറക്കാണ്. ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ പാടെ പോകുന്നതുകൊണ്ട് ഉറക്കൊന്നും ശരിയായിട്ടില്ല പറഞ്ഞിട്ട്. അപ്പം ഇനി കിച്ചുവിന് ഉണരുമ്പോത്തിന് കറിയൊക്കെ റെഡിയാക്കണം, ബീഫൊക്കെ. എന്നിട്ട് ചായയും കടിയും കൊടുക്കാം. അങ്ങനെ ഇതാ അമ്മാരുടെ പത്തിരിയൊക്കെ വാങ്ങി നേരെ വീട്ടിലെത്തിയപ്പോൾ കിച്ചു നല്ല ഉറക്കാണ്. അപ്പം പിന്നെ ഉണർത്താൻ നിൽക്കാതെ ഞാൻ വേഗം ബീഫൊക്കെ റെഡിയാക്കി ബീഫ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ ചിക്കൻ കറി കുറച്ച് ഉണ്ടാക്കിയതുണ്ട് മക്കൾക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ പിന്നെ കടി ഉണ്ടാക്കട്ടല്ലോ, പത്തിരി ഉണ്ടായതുകൊണ്ട് ആ കാര്യം കഴിച്ചില്ലായി കിട്ടിയിട്ടാ. പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പൂതി ഉണ്ടാകുമല്ലോ പത്തിരിയും ബീഫും കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ കിച്ചുവിന് അതിനുള്ളൊരു കാര്യം ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, അപ്പോൾ ഞാൻ കിച്ചു പള്ളിയിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ കിച്ചുവിന് ഒരു കാര്യം കാണിച്ചു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വരികയാണ്. പൊട്ടിയോ കാണിച്ചു തരാൻ വേണ്ടി കൊടുന്നതാണ് ഞാൻ. ഇവിടെ ഇവിടെ വെക്കണം ഇതില് ഹാങ് ചെയ്തിട്ട്. ഇതിൻ്റെ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതും ഇതാക്കി വെക്കണം. ക്രീം ചെയ്തിട്ട് ആക്കണം, നല്ല രസം ഉണ്ടാവും. ഇവിടെ എൻ്റെ സിൽവർ ബട്ടൺ, ഇവിടെ എൻ്റെ ഗോൾഡ് ബട്ടൺ, അവിടെ എൻ്റെ ഡയമണ്ട് ബട്ടൺ. സ്നേഹിതയായ ഭർത്താവിൽ ഞാൻ ചാവി കൈമാറുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. വണ്ടി എനിക്ക് ഓടിക്കഴിഞ്ഞ് വേറെ വല്ല വണ്ടി സംഘടിപ്പിച്ചോ എൻ്റെ വണ്ടി ഇരിക്കണ അതിൻ്റെ ആവശ്യമുണ്ടോ? അവിടെ 2 സ്കൂട്ടി നിക്കല്ലേ, ഞാൻ ബാക്ക് എടുക്കടാ. കൊള്ളൂല തന്നെ, ഇന്നൊക്കെ സിമ്പിളായിട്ട് ഉള്ളൂല്ലോ. വയറൊക്കെ ചുരുക്കണം. അത് അടച്ചില്ല. ആ മരുന്നൊക്കെ അതിൽ തന്നെ ഇരിക്കട്ടെ. എന്താന്നറിയോ, രാവിലെ വീട്ടിൽ നിന്ന് മരുന്ന് കൊടുത്ത് കൊണ്ടുപോകാൻ നേരം ഉണ്ടാവൂല. അപ്പൊ ബസ് വരുമ്പോ തന്നെ അവിടെ കൊണ്ടിട്ട് കൊടുക്കാനുള്ളതാ ഡെയിലി മരുന്ന്. അപ്പൊ എന്തൊക്കെ ഇതെന്റെ ഖത്തറിലെ വണ്ടിയല്ല, ഞങ്ങൾ സാധാരണക്കാരുടെ വണ്ടിയാണ്. അതുകൊണ്ട് അതിനനുസരിച്ച് വേണം വരുമ്പോ. മിഞ്ഞാന്ന് കഴുകി കൊടുന്ന വണ്ടിയാണത്, അതുകൊണ്ടാണ് ഇങ്ങനെ. അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല അതിൻ്റെ അവസ്ഥ. അങ്ങനെ അങ്ങോട്ട് എടുത്തോ. അപ്പോൾ അതാ കിച്ചു പള്ളിയിൽ പോയപ്പോൾ ഞങ്ങൾക്കൊരു എമർജൻസി കോൾ വന്നിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ വേഗം മാറ്റി റെഡി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ കിച്ചു പള്ളിയിൽ നിന്ന് വന്ന പാടെ ഞങ്ങൾക്ക് പോകണം. അപ്പോൾ എങ്ങോട്ടാ പോണ്, ആരെ വിളിച്ചതെന്നുള്ള വിശേഷങ്ങൾ ഞാൻ പോകുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ വേഗം പോകാൻ വേണ്ടി റെഡി ആവട്ടെ. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾക്ക് 2 കാര്യങ്ങൾ പറയാം. ഞാൻ മുന്നേ ഞങ്ങളോട് വാക്ക് പറഞ്ഞ കാര്യമാണ്. എന്താ വെച്ചാൽ ഈ ഒരു ഡെർമാക്കിൻ്റെ ഈ എന്താ പറയുക സിറം ഞാൻ യൂസ് ചെയ്തിട്ട് നോക്കിയതിന് ശേഷം നിങ്ങളോട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറയാം. കാരണം ഇത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 മാസമായി ഇപ്പോൾ ഞാൻ അത് ഉപയോഗിക്കൽ കൊടുത്തിട്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫേസിൽ അറിയാൻ പറ്റുന്നുണ്ടോ അറിയില്ല, പക്ഷെ നേരിട്ട് കണ്ട 2-3 ആൾക്കാർ എന്നോട് പറഞ്ഞിട്ട് എൻ്റെ പിമ്പിൾസ് ഒക്കെ നല്ല രീതിക്ക് മാറ്റം വന്നിട്ടുണ്ടല്ലോ, എന്താ കാരണം എന്നുള്ളത്. അപ്പോൾ ഇതാണോ കാരണം അതോ
ഇതാണോ കാരണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇതും ഞാൻ ഇപ്പോൾ ഒരു മാസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നൈറ്റ് ക്രീമാണ്. നമ്മൾ ഏജിൻ്റെ അനുസരിച്ചാണ് ഇത് നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങിക്കേണ്ടത്. കാരണം 18 to 24, 24 to 34, 34 to 44 ആ ലെവലിൽ നമ്മളുടെ ഏജ് ലിമിറ്റ് ഏതിൻ്റെ ഉള്ളിലാണ് പെടുന്നത് വെച്ചാൽ, ഏജ് ഏത് ലെവലിലാണ് വരുന്നത് വെച്ചാൽ ആ ലെവലിൽ നോക്കിയിട്ട് വേണം ഈ ക്രീം നമ്മൾ വാങ്ങിക്കാനുണ്ടാവും. രണ്ടും ആമസോണിൽ തന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൽ ഏതിൻ്റെ മാറ്റണമെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് അതുപോലെ തന്നെ പിന്നെ ഇതും വെനൂറയുടെ തന്നെയാണ്. ഇത് മോയ്സ്ചറൈസിങ് ക്രീമാണ്. അപ്പോൾ ഇത് നമുക്ക് പുറത്തെവിടെയും പോകുകയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ സിറം അപ്ലൈ ചെയ്തതിന് ശേഷം, ഇതെന്നല്ല ഏത് സിറാണെങ്കിലും അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് നമ്മൾ ഈ പൗഡറൊക്കെ യൂസ് ചെയ്യില്ല, അതിന് പകരമായിട്ട് ഞാൻ ജസ്റ്റ് ഇത് ഇട്ടിട്ട് മുഖത്ത് തേക്കും, പോകും, അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ പിന്നെ സൺസ്ക്രീനോ കാര്യങ്ങളൊന്നും ചെയ്യലില്ല. പക്ഷേ നല്ല മാറ്റം അറിയാനുണ്ട്. അപ്പോൾ ഇതിൽ 3 ഏതിൻ്റെ മാറ്റമാണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും എൻ്റെ മുഖത്തിന് എനിക്ക് നന്നായിട്ട് മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഇതിൽ 3 ഈ മറ്റേ കറുത്ത സാധനം ഉണ്ടല്ലോ, എന്തായാലും പറയാം, കരിമ്പാറ, കരിമ്പാറ, പിന്നെ 3 ചെറിയ കുഞ്ഞു കുഞ്ഞു മണികളുണ്ടായിരുന്നു. അതിൽ 2 പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കാണാനുള്ളൂ. അപ്പോൾ ഇതിൽ 3 ഏതിൻ്റെ എഫക്റ്റ് ആണെന്നൊക്കെ അറിഞ്ഞൂടാ. പക്ഷേ എന്തായാലും ഈ 3 ഞാൻ ഉപയോഗിക്കലെടുത്തിട്ട് കറക്റ്റ് ഒരു മാസമാണ്. അപ്പോൾ നല്ല രീതിക്ക് മാറ്റം അറിയാനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് യൂസ് ചെയ്ത് നോക്കുക. പിമ്പിൾസിൻ്റെ അടയാളമൊക്കെ നല്ല രീതിക്ക് പോകുന്നത് കാണാൻ കേട്ടോ. അതിൽ ഏതിൻ്റെ ആണെന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. കാരണം നമ്മൾ ഓരോന്നാണെങ്കിൽ യൂസ് ചെയ്ത് നോക്കുമ്പോഴല്ലേ നമുക്ക് കറക്റ്റ് ഏതാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് 3 ഞാനിപ്പോൾ ഒരുമിച്ച് യൂസ് ചെയ്തെടുത്തിട്ട് ഒരു മാസം ആയതുകൊണ്ട് ഏതിൻ്റെന്ന് അറിഞ്ഞൂടാ കേട്ടോ. എന്തായാലും 3 നല്ല പ്രൊഡക്റ്റാണ് സംഭവം. ഇത് കുറച്ച് അത്യാവശ്യം നല്ല റേറ്റിന് കേട്ടോ. നമുക്ക് പിന്നെ ആമസോണിൽ നിന്ന് ഇതിന് കിട്ടുന്ന കാരണം കൊണ്ടാണ് ഞാൻ ഇതിന് അത്യാവശ്യം, ഇതിന് എത്രയാണ് 2000 എത്രയോ ഉണ്ട് ഈ ഒരു ക്രീമിന്. പക്ഷെ നമുക്ക് വൗച്ചറിൽ കിട്ടുന്നത് കൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും 2000 ഒന്നും ക്രീം വാങ്ങിയിട്ട് ഒരിക്കലും യൂസ് ആക്കി വെക്കലില്ല. അപ്പോൾ ഇത് നമുക്ക് നല്ല റിവ്യൂ കണ്ടതുകൊണ്ട് ഞാൻ എന്തായാലും ആമസോണിൻ്റെ ഇതിന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ വാങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങി നോക്കിയാൽ പക്ഷെ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാഷ് വിഷയമല്ലാതെ നമുക്ക് ഫേസ് വൃത്തിയാക്കണം എന്നുള്ള ചിന്തയുള്ള ആൾക്കാരുണ്ടാവില്ല, അങ്ങനത്തെവർക്കൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് പറയാം. കല്യാണം അടുപ്പിച്ചിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ മുഖത്തിന് പലതും അപ്ലൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ പലതും അപ്ലൈ ചെയ്ത് നോക്കണക്കായി നല്ലത്, ക്യാഷ് പലതിനും കളയണക്കായി നല്ലത് ഒന്നിന് കളഞ്ഞിട്ട് പിന്നെ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടണം നല്ലത് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്താണ് കേട്ടോ. അല്ലാതെ ഇതിൻ്റെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, എക്സ്പീരിയൻസ് ഷെയർ ചെയ്താണ്. ഒരു മാസമായിട്ട് യൂസ് ചെയ്തതുകൊണ്ട് എൻ്റെ മുഖത്തിന് നല്ല രീതിയിലേക്ക് മാറ്റം ഫീൽ ചെയ്ത് അറിയാണ്ട്. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളിതാ പോവാൻ റെഡി ആവുകയാണ്. ഇനി തിരിച്ച് പള്ളിയിൽ നിന്ന് വന്ന പാടെ പോകണം, അല്ലെങ്കിൽ അവിടെ ആകെ സീനാകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങോട്ടാ പോകണം, എന്താണ് സീൻ എന്നുള്ളത് ഞാൻ പോണ വഴിക്ക് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ കിച്ചു പള്ളിയിൽ നിന്ന് വന്നപാട് ഞങ്ങളിതാ പോവാൻ റെഡി ആയിട്ട് ഇറങ്ങിയപ്പോഴാണ് ആമസോണിൻ്റെ ഒരു കൊറിയറും കൂടി വന്നത്. നോക്കുമ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചെരുപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ആമസോണിൽ നല്ല ഓഫർ കാര്യങ്ങൾ നടക്കണോ, അതിന് കുറഞ്ഞ റേറ്റിന് കിട്ടിയിട്ടുണ്ട്. 200 സംതിങ് അത്ര ആയിട്ടുള്ളൂ ഈ ഒരു ചെരുപ്പിന് വരുന്നത്. അതുപോലെ തന്നെ ഇതേപോലത്തെ ഈ ഒരു യെല്ലോ ചെരുപ്പും കൂടി ഉണ്ട്. 2നും 200 സംതിങ്ങേ വരുന്നുള്ളൂ. അപ്പോൾ വേണ്ടവർക്കൊക്കെ ഞാൻ ലിങ്ക് കൊടുക്കട്ടോ. ക്യാമറമാൻ സുഹൈൽ കുറ്റപ്പുറത്തിനൊപ്പം ചെയ്തു സുഹൈൽ. ഞങ്ങളെ ഇപ്രാവശ്യത്തെ വരവിലെ ഫസ്റ്റ് എമർജൻസി ട്രിപ്പാണ് ഫസ്റ്റ് ഇട്ടാ. ഞങ്ങള് കിച്ചു പള്ളിയിൽ പോയപ്പോണ്ട് ആറ്റടിയും ബബ്ലുവിന്റെയും ടീച്ചർ വിളിക്കണം, മകളെ മിസ് വിളിച്ചിട്ട് ഇറങ്ങി വാപ്പിയും കൂടി വേഗം വണ്ടി എടുത്ത് പോരി. ആറ്റ ഇവിടെ നല്ല കരച്ചിലാണ്. അപ്പൊ ഇവിടുന്ന് വലിയ ഉഷാറില് ഫ്രണ്ട്സിന് ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് പോയതുകൊണ്ടായിരിക്കും ഇവിടുന്ന് നല്ല ഉഷാറിൽ പോയിട്ട് അവിടെ എത്തിയ മുതൽ ഭയങ്കര കരച്ചിലത്ര അങ്ങോട്ട് പോരണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ കിച്ചു വന്ന പാട് കണ്ടുകാണ്ടാണ്ട് പോയതല്ലേ. അപ്പോൾ അല്ലെങ്കിലോ പ്രാവശ്യം മിസ്സില് കൂടുതലായിരുന്നു. ക്യാമറമാൻ ഉണ്ടാത്ത എന്താ ഉണ്ടേ കൂടുതലായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്തായാലും തള്ളക്കും എനിക്ക് മിസ്സല്ലൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങളെ ഉണക്കല്ലേ അങ്ങനെ പിടിക്കുക, വ്ളോഗ് എടുക്കാൻ പഠിക്കണം. ഞാനിങ്ങനെ പോകുമ്പോ ഡ്രൈവ് ചെയ്യും, തിരിച്ചു ഇങ്ങനെ വ്ളോഗ് എടുക്കും. ഞാൻ മറ്റേ സെരികുമാർ വണ്ടിട്ട് അങ്ങനെ പറ്റില്ലടോ. ഈ അതിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പറയാ, ഐഫോണിലാണ് അങ്ങനെ, സാംസങ്ങിനൊക്കെ അങ്ങനെ ചെയ്യാം. നമുക്ക് വീഡിയോ എടുക്കുമ്പോ അത് എന്റെ ഫോണ് വാങ്ങി തന്നത് ആരാ? ഈ ഫോണ് വാങ്ങി തന്നത് ആരാ? അതെ 40 Pro. ഇതരാ 50 അല്ലേ? അതായത് ഇത് 40 ആയതുകൊണ്ടാ 40 Pro.
ഞങ്ങൾ നേരെ മക്കളെ സ്കൂളിലെത്തി. ഞങ്ങളെ കണ്ടപാട് 3 പേരും ബാഗൊക്കെ എടുത്തിട്ട് വേഗം പുറത്തേക്ക് ഓടി വരികയാണ് കേട്ടോ. എന്തായാലും നല്ല സന്തോഷത്തിലാണ്. ടീച്ചർ വിളിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങളെ പ്രതീക്ഷിച്ചിട്ടുള്ള ഇരിപ്പാ തോന്നുന്നു 3 ആളും. അത് ഞങ്ങള് കൊണ്ടുപോകുന്നതാരെ പറഞ്ഞേ? കാണാൻ വന്നതാ. അത് എവിടെ എനിക്ക് വേദന എവിടെയാ? പേപ്പർ കിട്ടിയോ? എത്ര പേപ്പേഴ്സ് കിട്ടി? എല്ലാം കിട്ടിയോ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? മലയാളം കിട്ടിയിട്ടില്ലേ? മലയാളം മാത്രമേ അനക്കോ എങ്ങനെയുണ്ട്? മാർക്ക് എങ്ങനെയുണ്ട്? ഫുൾ മാർക്ക് ഉണ്ടോ? മാഷാഅല്ലാ. അനക്കോ? അറബിക്കിലൊന്നും തെറ്റേ? അത് കുഴപ്പമില്ല. 1 പോയിട്ടുള്ളൂ. ആ ബബുലുക്കോ? 2 പോയോ? അറബിക്കിൽ 2 പോയോ? മാർക്ക് പേപ്പേഴ്സ് കിട്ടി. എൻ്റെ വിശേഷങ്ങളാ പറഞ്ഞത്. അതാ എത്ര ഫ്രണ്ട്സാണ്. ചാറ്റ് കൊടുക്കും ഫ്രണ്ട്സിന്. ബസ്സിന് പോടാ. വാടാ എന്നാലും വിളിക്കണേ. അന്നെ മാത്രല്ല ബസ്സിന് പോകാൻ വിളിക്കണവരൊക്കെ. ഏത് ഷെസ്വാറിനൊക്കെ കൊറേ പ്രശ്നം എനിക്കല്ലോ. പേപ്പർ കിട്ടിയാ? ഹിന്ദിയിലൊക്കെ 2020. വാവ്, വെരി ഗുഡ്. ഇതാന്ന് അറിയണേ ആയിഷനോട്, അമ്പുനോട്. 2020 എക്സാം കഴിഞ്ഞില്ലേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡില് ഫസ്റ്റ് എക്സാം കഴിഞ്ഞ്. വെരി ഗുഡ് അല്ലേ? ബബുലിന് 1/2 മാർക്കല്ലേ പോയിട്ടുള്ളൂ. ബബുലിന് 1/2 മാർക്കാ പോയത്. 1.5 പോയി. ബബുലിന് 1.5 പോയി. അപ്പൊ ലിനോന് 1/2 പോയി. 1 പോയി. ആറ്റക്ക് 1/2 പോയി. 1.5. ഓക്കെ. 1.5. അപ്പൊ അങ്ങനെ 3 ആളും. അല്ലടോ, എന്നിട്ട് എന്താ ഉണ്ടായി? ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞേ ഹാപ്പി കൂടി പോരി. ഇവിടെ ആരോ ഒരാള് കുട്ടികൾക്ക് ചോക്ലേറ്റ് ഒക്കെ കൊടുക്കല് കുറച്ച് കഴിഞ്ഞപ്പം തുടങ്ങിയ ഒരു കരച്ചിലാണ്. എന്താ ആ സംഭവം? ഞങ്ങൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാം. ഇഞ്ചക്ഷൻ എടുക്കാലോ? പപ്പ വേദനയാണത്. പപ്പാനെ മിസ് ചെയ്തിട്ടുള്ള വേദനയാണോ ഇത്? അങ്ങനെ മക്കളെ എടുത്ത് ചില്ലറ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മക്കൾക്ക് കല്യാണത്തിനൊക്കെയുള്ള ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നേരെ എത്തിയ പാടന്നെ പിന്നെ അവരിതാ പെട്ടി തുറക്കുന്ന വരാണ് കേട്ടോ. സ്കൂൾക്ക് പോകുമ്പോൾ തന്നെ ഇത് തുറന്നിട്ടില്ലല്ലോ എന്നുള്ള നെയ്യത്തോടുങ്ങനെ പോയതുകൊണ്ടായിരിക്കും നാറ്റ പെട്ടെന്ന് കരഞ്ഞ് വീട്ടിൽ തിരിച്ചു വന്നത്. അപ്പോൾ എന്തായാലും അവർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് തുറന്ന് നോക്കി അല്ലാതെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ കാലടിക്ക് പോവാണ്ട്, നാത്തൂൻ്റെ വീട്ടിലേക്ക് പോവാണ്ട്, ഇനി കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ് 2 ദിവസം കൂടി 3-4 ദിവസം കൂടിയേ ഉള്ളൂ ഇനി കല്യാണത്തിന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി കല്യാണത്തിൻ്റെ വിശേഷങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം കാണുന്നവരേക്ക് എല്ലാവർക്കും അസ്സലാമു